ചിലർ വേറെ ആൾക്കാരെ ടാലൻറ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ഒരു യുണീക്ക് സ്കില്ല് കണ്ടിട്ട് അതുപോലെ ആവണം ഇതുപോലെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അധികം എടുത്ത് ചാടും. എന്നിട്ട് അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല, ആകെ ഒരു മാതിരി പൊട്ടം കടിച്ച പോലെയാവും. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവനെ കടത്തി വെട്ടിക്കണം എന്നുള്ള മൈൻഡാണെങ്കിൽ ഓക്കെ. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് അതിലാണോ കഴിവെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ഞാനും കുറേ കാലം മുന്നേ ഇതുപോലെ ആവണം, ഇന്നയാളെ പോലെ ആവണം, ഇവനെ കടത്തി വെട്ടിക്കുക എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഒന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഒന്നാമത് നമ്മുടെ ലൈഫിൽ കമ്പാരിസൺസ് കുറേ ഉണ്ടാവാറുണ്ട്. അവനെ പോലെ ആവണം, ആ ചെക്കൻ്റെ പോലെ ആവണം, ഈ ചെക്കൻ്റെ പോലെ ആവണം. പിന്നെ പണ്ടൊക്കെ വീട്ടിലെ അമ്മമാരാണ് അങ്ങനെ പറയാം, അവനെ കണ്ടുപിടിക്കും ഇവനെ കണ്ടുപിടിക്കുന്നത്. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ട് അവൻ്റെ അടുത്ത് എത്തൂല്ല, നമ്മുടെ കാര്യം നമ്മൾ മറന്നും പോകും. അപ്പോൾ ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്, ഞാൻ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഇന്ന ആളെ പോലെ ഡ്രോയിങ് ചെയ്യണം, അവൻ്റെ ലെവൽ എത്ര എന്നുള്ള ലെവലിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ വരയ്ക്കുമ്പോൾ ഒക്കെ തോന്നിയ പോലേക്ക് പോകാറ്. അപ്പോൾ അന്ന് ഒരു വിഷമം, അതുപോലെ ആയില്ല, അത് വിട്ടു. ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകും. കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇവൻ്റെ ലെവൽ എത്തുന്നില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പാസ് ചെയ്യാൻ പോലും അറിയില്ല. അപ്പോൾ പിന്നെ അതും ഈ പറഞ്ഞ പോലെ നടക്കണില്ല, ട്രൈ ചെയ്ത് പറ്റുന്നില്ല. പക്ഷേ ഇൻട്രസ്റ്റും ഇല്ല, ഡ്രോയിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ ഇവൻ്റെ ലെവലെത്താൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ലെവലെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനത്തെ ചിന്ത ഓട്ടോമാറ്റിക്കലി കമ്പാരിസൺ വരും. അല്ലെങ്കിൽ ഒന്ന് നോക്കും നമ്മൾ ഇവൻ്റെ പോലെ എത്തിയിരുന്നെങ്കിൽ. കാര്യം നമ്മളെല്ലാ മനുഷ്യന്മാരും യുണീക്കാണ്. ഇവന് ഇന്നതുണ്ട്, ഇവന് ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള സംഭവം. അപ്പോൾ എന്തായാലും യുണീക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ കയ്യിലുണ്ടാവും, അത് ഷുവറാണ്. ഇപ്പം എനിക്ക് പാട്ട് പാടാൻ അറിയാം, ചെറുതായിട്ട് പാടും, ഇപ്പോൾ പാടുന്നില്ല. അപ്പോൾ അതുള്ള കാരണം എൻ്റെ അതേ ലെവലിൽ പാടാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ചിലപ്പോൾ അവൻ കമ്പയർ ചെയ്യുന്നുണ്ടോ എൻ്റെ അടുത്ത്, ഇവൻ്റെ പോലെ പാടാൻ പറ്റില്ല, ഇവൻ്റെ പോലെ പാടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത അവനുണ്ടാവും. പക്ഷെ അവൻ പുറത്ത് പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഓരോരുത്തർക്കും ഒരു യുണീക്കായിട്ടുള്ള ടാലൻറ്റ് ഉണ്ട്. ചിലർ ആ ടാലൻറ്റ് വെച്ച് മുന്നേറും, ചിലർ ആ ടാലൻറ്റ് വെച്ച് അവിടെ ഇരിക്കും. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ബോധരല്ല. കാരണം അവനെ പോലെ ആവണം ഇവനെ പോലെ ആവണം എന്നൊക്കെ കരുതിയിട്ട് കുറേ കൈയും കാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ യുണീക്കായിട്ടുള്ള ടാലൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ ടാലൻറ്റിനെ പറയുന്ന പേരാണ് ഈ അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഉണ്ട് ആ സംഭവം, പക്ഷെ നമുക്കത് അറിയില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ യുണീക്കായിട്ട് ഇപ്പോൾ പാട്ട് പാടാറുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരാളൊരു കഴിവുണ്ട്, പക്ഷെ അതപ്പോൾ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അവനെ പോലെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ റേഞ്ചിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെയാണ് ഈ അൺഫെയർ അഡ്വാൻറ്റേജ് എന്നുള്ളത് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് കാലം മുന്നേ എനിക്ക് അറിഞ്ഞതാണ്, ഞാൻ വിശദമായിട്ട് നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇത് നെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് ദ സ്കിൽ യു ഹാവ് ദാറ്റ് ഈസ് യുവർ യുണീക്ക് ടാലൻറ്റ്. ഒരു പക്ഷേ ടാലൻറ്റിൻ്റെ മറ്റൊരു പേരായിരിക്കാം ഈ അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അത് യുണീക്കായിട്ടുള്ള കാര്യം നമുക്ക് അവരിൽ നിന്ന് നമുക്കിത് എടുക്കാൻ പറ്റില്ല, അതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നവർ. അപ്പോൾ നിങ്ങളാരും ഇവൻ്റെ പോലെ ആവണം എന്നുള്ളൊരു വാശിയിൽ ഒരാളെ ഫോളോ ചെയ്യാൻ നിൽക്കേണ്ടത്, ചുമ്മാ നമുക്ക് തലവേനയാവും. കാരണം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും നമ്മുടെ ടാലൻറ്റ്, നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്ത് ഇതുപോലെ ആവണം എന്നുള്ള വാശി പിടിച്ച് എത്തും. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവരൊപ്പം എത്താൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്ക് വേറെ ട്രൈ ഔട്ട് ചെയ്യാം, വേറെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിലായിരിക്കും നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ, അല്ലെങ്കിൽ അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിലിരിക്കേണ്ട, ട്രൈ ചെയ്യാം. അതുപോലെ എത്താൻ പറ്റില്ലെങ്കിൽ ഓക്കെ, ഇതെനിക്ക് പറ്റിയ സംഭവം ആയിരിക്കില്ല, വേറെ നോക്കാം. വേറെ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും നിനക്ക് ടോപ്പ് ആകാൻ പറ്റുക, ചിലപ്പോൾ അതായിരിക്കും നിൻ്റെ അൺഫെയർ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പോലെ ആർക്കും എത്താൻ പറ്റില്ല എന്നുള്ളൊരു സെറ്റപ്പ് ആയാല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആരും വറി ചെയ്യണ്ട, ഇന്നെ പോലെ ആവണം, അതുപോലെ ആവണം, ഇതുപോലെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. ബി യുവർ സെൽഫ്, ട്രൈ ഔട്ട് ചെയ്യുക, അത് സക്സസ് ആവണമെങ്കിൽ അത് തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ വേറെ കാര്യം നോക്കുക. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാലം മുന്നേ അങ്ങനെ വിഷമമുണ്ടായിരുന്നു, അതുപോലെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ആലോചിച്ച് തന്നിട്ട് അതല്ല വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ള സംഭവം ട്രൈ ഔട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, സ്പോർട്സിൽ തന്നെ എനിക്ക് ബാഡ്മിൻ്റനാണ് ബെസ്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന കാര്യം. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും.
ട്രസ്റ്റ് മീ, ഞാൻ അത്രയും കരുതിയില്ല. കാരണം എനിക്ക് മുമ്പ് ഞാൻ കളിച്ചിരുന്നു, പക്ഷേ അത്രയും രസമായിട്ട് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ കളിച്ചു തുടങ്ങിയപ്പോൾ ഓക്കെ, ഇത് കൊള്ളാമല്ലോ. പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. പാഷൻ കണ്ടുപിടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ചില ആൾക്കാർ അവരെ ഫെയർ അഡ്വാൻറ്റേജ് വെച്ചിട്ട് അവർ അത് മാർക്കറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ സംസാരം ഒരു സെമിനാർ പോലെ അല്ലെങ്കിൽ ഒരു ക്ലാസ് പോലെയൊക്കെ എടുത്തിട്ട് അത് സെയിൽ ചെയ്തിട്ടൊക്കെ കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയാവുന്ന കാര്യം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എനിക്കറിയില്ല. അപ്പോൾ അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിൽ ഒരു പ്രത്യേക കഴിവുണ്ട്, അത് നമ്മൾക്ക് അവനെ പോലെ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അവനെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറയാം.